നമ്മുടെ ഈ ഒരു IPC 1-ന്റെ 10ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റും ഒരു കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റാണ് IPC 1J. നമ്മുടെ സ്ഥാപനത്തിൽ കൃത്യമായ ട്രെയിനിങ് പ്രോഗ്രാം ഇൻറ്റേർണലി എക്സ്റ്റേണലി ഒക്കെ ഉണ്ടാവണം. നമുക്ക് ആ റെസ്പോൺസിബിലിറ്റീസ് സ്റ്റാഫിന് അല്ലെങ്കിൽ അവരുടെ ഒരു ട്രെയിനിങ് ഓഫ് സ്റ്റാഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മുടെ സ്ഥാപനം കൃത്യമായിട്ട് നടപ്പിലാക്കണം. നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ ഔട്ട്ബ്രേക്ക് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമുക്ക് എക്സ്റ്റേണൽ ഏജൻസീസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റണം. നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസുമായിട്ട് ഉള്ള റെസ്പോൺസ് നമുക്ക് കൃത്യമായിട്ടുണ്ടായിരിക്കണം. പെട്ടെന്നൊരു ഔട്ട്ബ്രേക്ക് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ കൃത്യമായി അവരെ ഇൻഫോം ചെയ്യണം. സോ ആ തരത്തിൽ ഇൻഫോം ചെയ്ത് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ നമ്മളുടെ സ്റ്റാഫിൻ്റെ ഇടയിലും ഒഫീഷ്യൽസിനും കൊടുക്കാനായിട്ട് കഴിയണം. ഉടൻ തന്നെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസിൽ നമുക്ക് നമ്മുടെ സ്റ്റാഫിൻ്റെ ട്രെയിനിങ്ങും ഒരു സമൂഹം എന്ത് പ്രിവെൻഷൻ എടുക്കണമെന്നുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. സോ ഇത്രയേ ഉള്ളൂ. ഒരു നിപ്പ ഒക്കെ വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ സ്റ്റാഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ബാധ്യതയുണ്ട്, അതുപോലെ സമൂഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. കോവിഡ് വന്ന സമയത്ത് നമ്മൾ എത്രമാത്രം അത് അവെയർ അല്ലാത്തതുകൊണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് കഷ്ടപ്പെട്ടു എന്ന് നമ്മൾ അറിഞ്ഞതാണ്. സോ അങ്ങനെ ഓരോ കാര്യത്തിനും നമ്മുടെ നിയമപരമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി നമ്മുടെ എക്സ്റ്റേണൽ ഏജൻസീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് നമ്മുടെ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യാനായിട്ട്. സോ IPC 1J ദ ഓർഗനൈസേഷൻ പാർട്ടിസിപ്പേറ്റ്സ് ഇൻ മാനേജിങ് കമ്മ്യൂണിറ്റി ഔട്ട്ബ്രേക്ക് എന്നാണ്. നമ്മൾ ഈ ഒരു 10 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ കൂടെ വളരെ മനോഹരമായൊരു കാര്യത്തെക്കുറിച്ചാണ് മനസ്സിലാക്കിയത്. നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പ്രോഗ്രാം ഉണ്ടാകണം. ആ പ്രോഗ്രാം എങ്ങനെയൊക്കെയാണ് നടത്തേണ്ടുന്നത്, അതിന് ഒരു മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റി ഉണ്ടാവണം. ഈ പ്രോഗ്രാം ഹൈ റിസ്ക് ഏരിയാസ് കണ്ടെത്തണം. കൃത്യമായി അവിടെ ഓരോ പ്രൊസീജിയറിനും എങ്ങനെയാണ് ഡോക്യുമെൻറ്റഡ് ആയിട്ട് തന്നെ നമ്മുടെ ഒരു IPC മാനുവൽ ഉണ്ടാവണം. ഈ വക കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമായി 10 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ കൂടെ പഠിച്ചു. നമുക്ക് ഈ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിൻ്റെ 2ാമത്തെ സ്റ്റാൻഡേർഡ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം.